തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിൻ്റെയും വെർച്വൽ സൂവിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിൻ്റെ നിർമ്മാണോദ്ഘാടന ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെറ്റ് സൂ ആരംഭിക്കുന്നതിൻ്റെ ധാരണ ഉണ്ടാക്കിക്കഴിഞ്ഞു. കുട്ടികൾക്ക് അരുമ മൃഗങ്ങളുമായി ഉല്ലസിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സൂവിൽ വരുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും 4 തരത്തിലുള്ള രാജ്യങ്ങളിലെ സഫാരി സൂ അനുഭവങ്ങൾ വെർച്വലായി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാനും പറ്റുന്ന പ്രത്യേക സംവിധാനമാണ് വെർച്വൽ സൂവിൽ ഒരുക്കുന്നത്. കണ്ണട വെച്ച് കാണുന്ന സംവിധാനമല്ല. അവർക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ തൊട്ടുനിന്ന് കാണാനും ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും 45 മിനിറ്റോളം യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ആഗസ്റ്റ് 15-ന് നേരിട്ട് പരിശോധിക്കുമെന്നും ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഓറിയന്റേഷൻ സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരസൻ സ്വാഗതവും തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ് നന്ദിയും പറഞ്ഞു. തൃശൂർ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സെപ്റ്റംബർ മാസത്തോടെ വിദേശത്തു നിന്ന് വരുന്ന മൃഗങ്ങളുടെ ഒരു ധാരണ കരാറൊപ്പിട്ട് ആ നിലവാരത്തിലേക്ക് പോകാം എന്ന് നമ്മൾ കരുതുന്നു. തൃശ്ശൂരിലെ മൃഗങ്ങളെയും പക്ഷികളെയും പൂർണ്ണമായിട്ടും ഈ മാസം തന്നെ കൊണ്ടുവന്ന് തീർക്കാനുള്ള ലക്ഷ്യമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് പുതിയ തരം മാനുകൾ ഉൾപ്പെടെ 246 വിവിധ ഇനങ്ങളിൽപ്പെട്ട പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരാനുള്ള തയ്യാറെടുപ്പിൽ